അപ്പോൾ സഭായോഗം ആരംഭിക്കുകയാണ്. ഒരുക്കത്തോടുകൂടിയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. ഏത് കാര്യവും നന്നാവുന്നത് ഒരുക്കത്തോടുകൂടെ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ എബ്രഹാം ബ്രദറൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ വേണ്ടി എത്ര മണിക്കൂർ ഒരുങ്ങണമെന്നാണ് പറഞ്ഞത്? എത്ര? 40 മണിക്കൂർ ഒരുങ്ങണമെന്നാണ് പറഞ്ഞത്. അത് എബ്രഹാം ബ്രദർ പറഞ്ഞതല്ല, അത് ഏതോ ഒരു വലിയ കർത്തൃദാസൻ ചാൾസ് പർജനാണെന്ന് തോന്നുന്നു, താൻ പഠിപ്പിക്കുന്ന കോളേജിലെ കുട്ടികളോട് പറഞ്ഞതാണ്. അപ്പോൾ അത് നമുക്ക് അവിശ്വസനീയമായി തോന്നാം. കാരണം നമ്മലൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആളുകൾ വലിയ പ്രിപ്പറേഷനൊന്നും ഇല്ലാതെ തന്നെ അല്ലേ ഇതൊക്കെ ചെയ്ത് ശീലിച്ചവരാണ് എന്നുള്ളത് നമ്മുടെ കഴിവ് കൂടുതലല്ല, നമ്മുടെ കുറവായിട്ട് തന്നെ കാണണം. അപ്പോൾ സഭായോഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 100-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ സ്തോത്രത്തോടും സ്തുതിയോടും നന്ദിയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്നുള്ളതാണ്. അതിനാണ് നമ്മൾ പാട്ട് പാടുന്നത്. ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ആളുകളൊന്നും വന്നില്ല, നമുക്കൊരു പാട്ടങ്ങ് പാടാം. ചിലർ പറയും, ബ്രദറെ പാട്ട് പാടിയാലേ ആൾ വരുള്ളൂ. ഈ ഇൻ്റർവെല്ലിലൊക്കെ പോയാൽ അതിലൊരു കാര്യം ഉള്ളതുകൊണ്ടാണല്ലോ പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ അധപ്പതിച്ച് പോകരുത്. ആളുകൾ വരുന്നതിന് മുമ്പ് ഒരു പാട്ട് പാടുന്നതിൽ തെറ്റുണ്ടായിട്ടല്ല, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. സ്തോത്രത്തോടുകൂടെ നന്ദിയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ഒരു ഒരുക്കത്തോടുകൂടെ, ആ ബോധത്തോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ബോധത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെയൊക്കെ കൊച്ചു സഭകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലപ്രാപ്തി വളരെ വർദ്ധിക്കും. ഒരു ശ്രദ്ധയില്ലാത്ത രീതിയിൽ, ഒരു ഒരുക്കമില്ലാത്ത രീതിയിൽ ഇതാരാ, അവനാരാ, ഇവനാരാ, എന്താരാ, ഞാനാരാ എന്നുള്ള ഒരു മട്ടിൽ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പുരോഗമിക്കാനും വളരെ പ്രയാസമാണ്. സഭായോഗത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങണം. സഭാ മൂപ്പന്മാരും ഡീക്കന്മാർ ഭൗതിക കാര്യങ്ങൾ ചെയ്യുന്നു, മൂപ്പന്മാർ ആകമാനമുള്ള ഉത്തരവാദിത്തങ്ങൾക്കായിട്ട് ഒരുങ്ങുന്നു, എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നു, അറിയിപ്പുകൾ എഴുതാൻ, പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ ഒരു സഭായോഗത്തിനുണ്ട്. അതിൻ്റെ ഒരു കാര്യമാണ് ഏത് സങ്കീർത്തനമാണ് എന്നുള്ളത്. പാട്ടും സങ്കീർത്തനങ്ങളും തിരഞ്ഞെടുക്കുക എന്നുള്ളത്, അത് വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്ത് കാര്യങ്ങൾ ചെയ്താൽ വളരെ വ്യത്യാസമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഈ സ്തോത്രത്തോടുകൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? നന്ദിയും സ്തോത്രവും പ്രശംസയും ഇതൊക്കെയാണ് എത്ര മിനിറ്റാണോ, എത്ര മിനിറ്റ് എന്നാ പറയേണ്ടത്, ഇതിന് എത്ര മിനിറ്റാണ് കൊടുക്കേണ്ടത്? ഞാനിപ്പോൾ ഉദാഹരണത്തിന് അരമണിക്കൂർ പറയുകയാണ്. അരമണിക്കൂർ മതിയെന്നാണ് എൻ്റെ ഒരു വിചാരം. ശരിയായിട്ടുള്ള രീതിയിൽ അത് ചെയ്താൽ അത് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ അരമണിക്കൂർ സമയം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? നന്ദി, സ്തോത്രം, പ്രശംസ, ഇതൊക്കെ ദൈവത്തിന് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ ചിലപ്പോൾ ഒരു പ്രാർത്ഥന കാണും. ആ പ്രാർത്ഥന റെലവൻ്റ് ആയിരിക്കും, പക്ഷെ നമ്മൾ അന്നേരം പ്രാർത്ഥിക്കുന്നില്ല. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ടല്ല, അത് പ്രാർത്ഥനയുടെ സമയത്തേക്ക് വെക്കുന്നു. ഇനി ആരെങ്കിലും തെറ്റിച്ച് ആ സമയത്ത് ചിലപ്പോൾ ഒരു പുതിയ ആളായിരിക്കും, ശ്രദ്ധയില്ലാത്ത ആളായിരിക്കും, അന്നേരം ഒരു പ്രാർത്ഥനാ വാചകം പറഞ്ഞു പോയാൽ അയാളെ ക്രൂശിക്കൊന്നും വേണ്ടെന്നറിയാമല്ലോ, അയാളെ മോശമാണെന്ന് വിചാരിക്കൊന്നും വേണ്ട, നമുക്ക് അങ്ങ് അവഗണിച്ചാൽ മതി. എന്നാലും കാര്യം അറിയുമ്പോൾ നമ്മൾ അറിയണം, ഇത് അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമല്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി. അപ്പോൾ നമുക്കതനുസരിച്ച് മാറാൻ സാധിക്കും. അവിടെ ഈ നന്ദി, സ്തോത്രം, സ്തുതി, പ്രശംസ, ഈ 4 കാര്യങ്ങളാണ്. 3 അന്നേരം പറഞ്ഞുള്ളൂ. എന്താണ് നന്ദി എന്ന് പറഞ്ഞാൽ? എന്തിനാണ് നന്ദി പറയുന്നത്? അതെ, ഉപകാരങ്ങൾക്ക് നന്ദി. എനിക്ക് നന്നായി എന്ന് വന്ന എന്ത് കാര്യങ്ങളും എനിക്ക് വേണ്ടി ആര് ചെയ്താലും നന്ദിയാണ്. ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിന് നന്ദി. സ്തോത്രം എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ മനുഷ്യർക്ക് നന്ദി പറയുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, രണ്ടും ഒന്ന് തന്നെയാണ്. അങ്ങനെ ആ വാക്കുകളിൽ അങ്ങനെ ഒരു പ്രയോഗത്തിലൊരു വ്യത്യാസമാണ്. കാരണം ദൈവം ചെയ്യുന്നത് വളരെ വ്യത്യാസമുള്ള വലിയ കാര്യങ്ങളായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. മനുഷ്യന് സ്തോത്രം പറയാറില്ല, മനുഷ്യർക്ക് നന്ദി പറയും.
താങ്ക് യു പറയാം. അതാണ് പ്രശംസ എന്ന് പറഞ്ഞാൽ. എന്താ പ്രശംസ എന്ന് പറഞ്ഞാൽ? പ്രശംസ എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്ത കാര്യം അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തെ പുകഴ്ത്തി പറയുകയാണ്. അത് അക്നോളജ് ചെയ്യുക മാത്രമല്ല, അതിനെ പുകഴ്ത്തി പറയുന്നു. ഇപ്പം എന്താ പ്രസംഗമൊക്കെ ആണെങ്കിൽ ആരുടെ പ്രസംഗം കേൾക്കണം? അഴീക്കോടിൻ്റെ പ്രസംഗം കേൾക്കണം. ഇരുന്ന് പോകുമ്പോൾ എന്താ പ്രസംഗം, സമയം പോയത് അറിഞ്ഞില്ല. ഇപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ അഴീക്കോടിനെ പുകഴ്ത്തുകയാണ് ചെയ്തത്, പ്രശംസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സഭായോഗത്തിൽ അതാ ചെയ്യുന്നത്. ദൈവമേ നീ എത്ര വലിയവൻ, എത്ര നല്ലവൻ, അനന്തമായ സർവശക്തനായ കർത്താവേ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ഓർക്കുന്ന. അപ്പോൾ നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തെ നാം സ്തുതിക്കുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുകയാണ്. ഇതൊക്കെയാണ് ശരിക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. സ്തുതിക്കുക എന്ന് പറഞ്ഞാലും പ്രശംസിക്കുക എന്ന് പറഞ്ഞാലും ഒക്കെ ഏതാണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ നന്ദിയാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഉള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത്? ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുക. അത് ഞാൻ അവസാനം പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളത് പ്രധാനപ്പെട്ടതല്ലഞ്ഞിട്ടല്ല, എങ്കിലും ക്രമം പറയുമ്പോൾ ദൈവത്തിനെ സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ പ്രശംസിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എങ്ങനത്തെ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം? എന്നെപ്പോലെ ആരുമില്ല എന്നൊക്കെയാണ് ദൈവം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ സത്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കൂടിയിരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ദൈവം നിസ്തുല്യനായ ദൈവം, ഇങ്ങനെ വേറൊരു ദൈവമില്ലാത്ത രീതിയിലുള്ള ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കത് മുഴുവൻ മനസ്സിലായിട്ടൊന്നുമില്ല, എങ്കിലും മനസ്സിലായ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ, ദൈവത്തിൻ്റെ പ്രത്യേകതകൾ, ദൈവിക ഗുണങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ സ്വഭാവം. രണ്ട്, ഞാൻ ചുരുക്കം, അത് ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ദൈവത്തിൻ്റെ അഭേദ്യ ഗുണങ്ങൾ, പത്തിരുപതെണ്ണമുള്ളതെല്ലാം ഇതിൽ പെടുന്ന കാര്യങ്ങളാണ്. മാറ്റമില്ലാത്തവനാണ്, ദയയുള്ളവനാണ്, കനിവുള്ളവനാണ്, ക്ഷമിക്കുന്നവനാണ്, പ്രതികാരം ചെയ്യുന്നവനാണ്, നീതി നിവർത്തിക്കുന്നവനാണ്, ന്യായം പ്രവർത്തിക്കുന്നവനാണ്, വാക്കുമാറാത്തവനാണ്. എന്തെല്ലാം കാര്യങ്ങളുണ്ട് ദൈവത്തിൻ്റെ ഗുണമല്ലേ? അതിപ്പോൾ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ വേണമെന്നൊന്നുമില്ല. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മളൊരു സഹായമെന്നേ ഉള്ളൂ. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് എടുത്തു പറയാവുന്ന, പ്രശംസിക്കാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ സ്വഭാവം. രണ്ട്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എടുത്ത് ദൈവത്തെ പ്രശംസിക്കാനും സ്തുതിക്കാനും നമുക്ക് സാധിക്കും. ചില ഫുട്ബോൾ കളിക്കാരൊക്കെ അവർ ആ പന്തങ്ങനെ അടിച്ചിട്ട് അങ്ങനെ അല്ലേ ഗോൾ പോസ്റ്റിൻ്റെ മൂലയിലൂടെ ഗോളിയെ വെട്ടിച്ച് പോയത് അങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കാലാകാലങ്ങൾ കാണുക. അത് കാണാനും തോന്നും. ഫുട്ബോൾ പ്രേമിയാണെങ്കിൽ പ്രത്യേകിച്ചും എങ്ങനെ അവിടെ എത്തിച്ചു എന്നുള്ളതല്ലേ. അതും ചില ആളുകളൊക്കെ അടിച്ചാൽ തെറ്റൂല. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പെലെയൊക്കെയാണ് എൻ്റെ കാലത്തെ ഹീറോ. ഇപ്പോൾ പിന്നെ വേറെ ആൾക്കാരൊക്കെ മാറിയില്ലേ, മെസ്സിയൊക്കെ ആയി. അവരെയൊക്കെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും, അവരുടെ അടിക്കാണ് പ്രശംസ. അവരുടെ പാസിങ്, ചിലർ പാസിങ് ആയിരിക്കും, ചിലരെ പണ്ടൊന്നും ഗോളൊന്നും അടിക്കില്ല, എടുത്ത് ഗോൾ കൃത്യസ്ഥലത്ത് കൊണ്ടു കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ആണ് നമ്മൾ സാധാരണ ഈ ദൈവത്തെ പ്രശംസിക്കാനായിട്ട് പറയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ ആന്തരിക പ്രവൃത്തികൾ എന്ന് പറഞ്ഞൊരു പ്രവർത്തനം കൂടിയുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അങ്ങനെ അധികം മനസ്സിൽ കാണൂല അല്ലേ? ദൈവത്തിൻ്റെ ആന്തരിക പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? അറിവിനായിട്ട് പറയാം. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക സത്യദൈവം ബാഹ്യപ്രവൃത്തികൾ, അതായത് സൃഷ്ടി, ഒന്നും ചെയ്യുന്നതിന് മുൻപ് എന്ത് ചെയ്യുമായിരുന്നു? എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? വെറുതെ ഇരിക്കുമായിരുന്നോ? ഉറങ്ങുമായിരുന്നോ? ജീവനുണ്ടെങ്കിൽ എന്തുണ്ട്? ചലനമുണ്ട്, പ്രവർത്തനമുണ്ട്.
നമ്മുടെ ദൈവം ഈ സൂര്യചന്ദ്രാദികളെയും ലോകത്തെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപ് വെറുതെ ഇരിക്കുകയല്ലായിരുന്നു. അത് നിർഗുണ പരബ്രഹ്മം എന്നൊക്കെ പറയുന്നത് വേറെ സാധനം. അത് ഇതുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. അത് അവർ ബൈബിൾ വായിക്കാത്തതുകൊണ്ട് അങ്ങനെ പറയേണ്ടി വന്നതാണ്. നമ്മുടെ ദൈവം എപ്പോഴും ആന്തരിക പ്രവർത്തനങ്ങൾ തനിക്കുണ്ടായിരുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ദൈവിക ത്രിത്വ സംസർഗത്തിൽ, കൂട്ടായ്മയിൽ. നമുക്കൊന്നും മനസ്സിലാവില്ല ദൈവത്തിൻ്റെ കൂട്ടായ്മ. ആ മൂന്നാളുകൾ തമ്മിൽ നല്ല കൂട്ടായ്മയിലായിരുന്നു. ദൈവം പുത്രനെ സ്നേഹിക്കാൻ തുടങ്ങി. അതെപ്പോഴാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്? നിത്യതയിലുള്ള സ്നേഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തിയോളജിയൻസ് അതിനെക്കുറിച്ച് പറയുമ്പോൾ പിതാവ് പുത്രനെ ജനിപ്പിക്കുന്നു, കേട്ടിട്ടില്ലേ? അതിന് തുടക്കമില്ല, അവസാനമില്ല. അപ്പോൾ എങ്കിലും അതൊരു ക്രിയയാണ്. ഇറ്റ്സ് ആൻ ഇൻറ്റേർണൽ ഓപ്പറേഷൻ ഓഫ് ഗാഡ്. ത്രിയേക ദൈവത്തിൻ്റെ ഒരു ആന്തരിക പ്രവർത്തനമാണ്. അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം അല്ലേ, പറയാനൊക്കെ വിഷമമുള്ള കാര്യങ്ങളാണ്. പുത്രൻ പിതാവിൽ നിന്ന് ജനിക്കുന്നു നിത്യതയിൽ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. ദ പ്രൊസഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതൊക്കെ നിത്യതയിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു വേദശാസ്ത്രികളുടെ മാത്രമുള്ള സഭായോഗമാണെങ്കിൽ അതൊക്കെ ആയിരിക്കും അവരധികം പറയുന്നത്. കാരണം അത്യത്ഭുതകരമായ കാര്യങ്ങൾ അതാ. ഈ സൃഷ്ടിയേക്കാളും വലുത് അതാ. ഈ സൃഷ്ടിക്ക് വിനാശമുണ്ട്, വിനാശമില്ലാതെ എന്നുള്ള കാര്യങ്ങളാണ് ആന്തരിക പ്രവർത്തനങ്ങൾ. എങ്കിലും നമുക്കൊക്കെ ബൈബിളിൽ അധികം രേഖപ്പെടുത്തിയിട്ടുള്ളതും ഈ ബാഹ്യപ്രവർത്തനങ്ങളാണ്. ബാഹ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ബാഹ്യം, ദൈവത്തിന് വെളിയിൽ. ദൈവത്തിന് വെളിയിൽ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സംബന്ധമായ പ്രവൃത്തികളാണ്. ഈ ബാഹ്യപ്രവർത്തനങ്ങൾ, ദൈവത്തിൻ്റെ ബാഹ്യപ്രവർത്തനങ്ങൾ രണ്ട് തരത്തിലാണ് പൊതുവെ. ഒന്ന് സൃഷ്ടി സംബന്ധിച്ചതും രണ്ട് രക്ഷ സംബന്ധിച്ചതും. സൃഷ്ടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. നക്ഷത്രങ്ങൾ എത്രയുണ്ട്? ചുമ്മാ കണ്ടുകൊണ്ട് നോക്കിയാൽ എണ്ണം തീരൂല. മൈക്രോസ്കോപ്പ് അല്ലല്ലോ, ടെലിസ്കോപ്പ് കൊണ്ട് നോക്കിയാൽ പറ്റില്ല. വലിയ ശക്തിയുള്ള ടെലിസ്കോപ്പുകൾ കണ്ടുപിടിച്ചിട്ടും തീരുന്നില്ല. ഇപ്പോൾ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്നാണ്. പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. അത് അങ്ങനെ അനാദിയായി അനന്തമായി വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അറിയില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വികസിച്ച് എങ്ങോട്ട് പോകുന്നു വല്ലതും കണ്ടിട്ടുമല്ലോ. ഒരു തിയറിയാണ്. അങ്ങനെ തിയറികൾ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ ഉണ്ടാക്കിയ ദൈവം, ആ ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് സഭായോഗത്തിൽ പഠിച്ചിട്ട് സമയമുള്ളൂ, അരമണിക്കൂർ കൊണ്ട് എല്ലാം തീർക്കണം എന്ന് വെച്ചാൽ ആദ്യ പ്രാർത്ഥന മുതൽ ഈ സ്തോത്ര ശുശ്രൂഷ തീർക്കണം. എങ്കിലും അതൊക്കെ ഒന്നും ഉൾപ്പെടുത്താതെ പോകാൻ കഴിയുകയില്ല. അതൊക്കെ പറയുകയും ഈ പ്രത്യേകിച്ച് ഈ സങ്കീർത്തനം വായിച്ച് പറയുന്ന ആൾ ഈ വന്നിരിക്കുന്ന വിശ്വാസികളിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചു കൊടുക്കേണ്ടത് വാക്കുകളിൽ കൂടെ. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ സങ്കീർത്തനങ്ങളൊക്കെ വായിക്കുമ്പോൾ അതൊക്കെ ആ ചിത്രമൊക്കെ ഉണ്ടാക്കി വെച്ച് തയ്യാറായി അത് 5 മിനിറ്റ് കൊണ്ട് പറയത്തക്ക വിധത്തിൽ 5 മിനിറ്റാണ് അതിനെ എടുക്കാവുന്ന ഏറ്റവും നല്ല സമയം. പിന്നെ 6 ഒരുക്ക കുറവുള്ളതുകൊണ്ട് 6 7 ആയി പോയാലും സഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാടൊന്നും നീട്ടേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറയണം. അത് വലിയൊരു ജോലിയാണ് യഥാർത്ഥത്തിൽ അത് ചെയ്യാനായിട്ടുള്ളത്. സൃഷ്ടിയെ വിവരിക്കുക. സൃഷ്ടിയെ വിവരിക്കാനായിട്ട് സമുദ്രത്തിൻ്റെ അടിയിലേക്ക് പോകാം, പർവ്വതങ്ങളുടെ മുകളിലേക്ക് പോകാം, പറക്കുന്ന പക്ഷികളാകട്ടെ, തിളങ്ങുന്ന നക്ഷത്രങ്ങളാകട്ടെ, എവിടെ വേണമെങ്കിലും പോകാം. സൃഷ്ടിയിലായിരിക്കണമെന്ന് മാത്രമേ. ചിന്തിച്ചാൽ തീരാത്ത കാര്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ സഭായോഗങ്ങളിലെ പ്രാർത്ഥനയിൽ സ്തോത്രത്തിലൊന്നും ഇതൊന്നും അധികം കാണാറില്ല കേട്ടോ. ഒരിക്കലും ഇല്ലെന്നല്ല. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തി നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ നീളം കൂട്ടാനല്ല, അതിൻ്റെ മാറ്റ് കൂട്ടാൻ ശ്രമിക്കുക. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ മീറ്റിങ്ങിനെ, യോഗങ്ങളെ കൂടുതൽ സമ്പന്നമാക്കേണ്ടത്. സൃഷ്ടിപരം അതുപോലെ തന്നെ അതിനേക്കാൾ അത്ഭുതകരമാണ് വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മനുഷ്യൻ പാപം ചെയ്യുന്നു. പാപിയായ മനുഷ്യന് പാപം എന്നൊക്കെ പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. നമുക്ക് ചില്ലറ കാര്യമാണ്, നമ്മൾ വെള്ളം പോലെ കുടിക്കുന്നതാണ്. ദൈവത്തിനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ്.
ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതിൽ ദഹിച്ചു പോകേണ്ടതാണ് പാപിയായ മനുഷ്യൻ. പക്ഷേ ദൈവം ആ മനുഷ്യനെ രക്ഷിക്കുകയാണ്. ആ മനുഷ്യനെ രക്ഷിക്കാൻ ആ നിത്യതയിൽ ഒരു പദ്ധതി ഇടുന്നു. ആ പദ്ധതിക്ക് അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. രക്ഷാ പദ്ധതിയെക്കുറിച്ച് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവിടെ ഈ അരമണിക്കൂർ കൊണ്ട് പറയാൻ സമയമൊന്നും ഉണ്ടായിട്ടല്ല, അതിൻ്റെ ഏതെങ്കിലും ഒരു വശത്തെക്കുറിച്ച് ഒരല്പം ഒന്ന് പറയുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ജ്ഞാനം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടി ചെയ്ത, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വശമൊക്കെ ഒരു യോഗത്തിനൊന്ന് പറയാൻ പറ്റുള്ളൂ. 1000 വശങ്ങളുണ്ട്. അത് ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ ഉദ്ദേശം ഇതാണ്. ഇത് പറയുമ്പോൾ യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ എല്ലാവരും യേശുവിനെ കണ്ട് യേശുവിനെ കുറിച്ചുള്ള ഒരു ആത്മീയ ദർശനം പ്രാപിച്ച് അതിൽ നിന്ന് പ്രാർത്ഥിക്കാനും, അല്ലെങ്കിൽ 2-3 പേരൊക്കെ സ്തോത്രം ചെയ്താൽ മതി എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഒരിക്കൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ 2-3 പേരെന്ന് എത്ര പേര് പറഞ്ഞു എന്നുള്ളതല്ല, ഞാൻ സ്തോത്രം ചെയ്തു എന്നുള്ളൊരു വിഷയമേ അല്ല, സഭയാണ്. സഭയായി കൂടുമ്പോൾ സഭ ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? സഭയായി പ്രാർത്ഥിക്കുമ്പോൾ ഒരാളായിട്ട് മാറുകയാണ് സഭ. അയ്യോ ഞാൻ പ്രാർത്ഥിച്ചില്ലെന്നുള്ള തോന്നേണ്ട ആവശ്യമേ ഇല്ല. ആ പ്രാർത്ഥിക്കുന്ന, ആ ലീഡ് ചെയ്യുന്ന ആളുടെ കൂടെ ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ രക്ഷയെ സംബന്ധിച്ചതെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നു, ഒരു കാര്യം. 2, ദൈവത്തിൻ്റെ മഹത്വം തൻ്റെ സ്വഭാവത്തിൽ കാണണം, അതുപോലെ തൻ്റെ പ്രവൃത്തികളിൽ കാണണം. തൻ്റെ പ്രവൃത്തികൾ, ആന്തരിക പ്രവൃത്തികളുണ്ട്, ബാഹ്യപ്രവൃത്തികളുണ്ട്. അവ രണ്ടും, ബാഹ്യപ്രവൃത്തികളിൽ സൃഷ്ടിപരമായ കാര്യങ്ങളുണ്ട്, വീണ്ടെടുപ്പ് സംബന്ധമായ, രക്ഷാ സംബന്ധമായ കാര്യങ്ങളുണ്ട്. ഇതിനെയൊക്കെ സ്പർശിച്ചു വേണം നമുക്ക് പോകാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ ഓർപ്പിക്കുക, ആളുകളുടെ മുൻപിൽ നല്ലൊരു ചിത്രം കൊടുത്ത് സഭയെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ സങ്കീർത്തനം വായിച്ചതിന് ശേഷം പറയുന്ന 5 മിനിറ്റ് കൊണ്ട് പറയാനുള്ള വലിയ കാര്യമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ വേണം. സമയം കൂടിപ്പോയാൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ, ശ്രദ്ധ സങ്കീർത്തനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ സങ്കീർത്തനക്കാരനിലേക്ക് പോകും, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കഥകളിലേക്ക് പോകും. ശ്രദ്ധ എങ്ങോട്ടും പോകാതെ ദൈവത്തിനും ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്കും കൊണ്ടുവരാൻ വളരെ അത്യാവശ്യമാണ്. മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. നമുക്ക് സമയവും തുടങ്ങിയല്ലേ ഉള്ളൂ, 2-3 മണിക്കൂർ ഇനിയുണ്ട്. അതൊന്നും ഇവിടെ വേണ്ട. ഇവിടെ ഈ ഒരൊറ്റ കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അവൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. സങ്കീർത്തന പ്രസംഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീട്ടി പ്രസംഗിക്കരുത്. കുറഞ്ഞുപോയി എന്നുള്ള പരാതി ഉണ്ടാവില്ല, നീണ്ടുപോയി എന്നുള്ള പരാതിയേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നീട്ടി പ്രസംഗിക്കരുത്. അപ്പോൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്നോട് ഞാൻ പല സഹോദരന്മാരും ചോദിച്ചപ്പോഴും 5 മിനിറ്റ് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ ചിലർ പറഞ്ഞു 5 മിനിറ്റ് കൊണ്ട് എന്ത് പറയാനാ. അത് ശരിയാ, 5 മിനിറ്റ് കൊണ്ട് നല്ല കാര്യങ്ങൾ ഒരുപാട് പറയണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ റേഡിയോ പ്രഭാഷകരും ഒക്കെ നിങ്ങൾ കേട്ട് കാണും, 5 മിനിറ്റ് കൊണ്ട് അതിൽ ഒന്നാന്തരം സന്ദേശം പറയും, എല്ലാം ഉള്ളൊരു ഒന്നാന്തരം സന്ദേശം പറയും. അപ്പോൾ അതിന് നമ്മൾ ഒരുക്കുകയാണ് വേണ്ടത്. ഇനി 5 മിനിറ്റ് എന്നുള്ളത് നീണ്ടുപോയാൽ 10-ലെത്താതെ നിർത്തണം എന്നാണ് ഞാൻ അതിനെക്കുറിച്ച്. അപ്പോൾ ചിലപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ തുടങ്ങിയിട്ട് ഇത് 5 മിനിറ്റ് 10 മിനിറ്റ് ആയ നീണ്ടുപോയെന്നുള്ളത് ഈ പറയുന്ന ആൾ ഓർക്കുകയില്ല. അങ്ങനെ സംഭവിക്കും. വളരെ രസകരമായ കഥകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാരും സമയം പോകുന്നത് അറിയില്ല. പക്ഷെ സമയം നമുക്ക് പാലിക്കണമല്ലോ, അല്ലേ? അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിന് ഏറ്റവും നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പറയാനുള്ളത് എഴുതി തയ്യാറാക്കണം. പറയാനുള്ള ആദ്യ വാചകം മുതൽ അവസാനത്തെ വാചകം വരെ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എഴുതാതെ തന്നെ ഞാൻ നന്നായിട്ട് പറയുന്നുണ്ടല്ലോ, അല്ലേ? എഴുതാതെ തന്നെ നിങ്ങൾക്ക് നന്നായി പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എഴുതി പറയാൻ തുടങ്ങിയാൽ ഒരുപാട് നന്നാവും, ഇനിയും നന്നാവും. കാരണം എഴുതി പ്രസംഗിക്കണമെന്നുള്ളത് എല്ലാ നല്ല പ്രസംഗകരും എവിടെ ഹോമിലറ്റിക്സ് ഉണ്ടോ അവരൊക്കെ പറയുന്നതാണ്, വെറുതെ ഉള്ളൊരു പ്രമാണമല്ല. അതുകൊണ്ട് എഴുതി തുടങ്ങിയിട്ടില്ലാത്തവർ എഴുതിക്കോളൂ. ഈ പ്രസംഗം മാത്രമല്ല, ഏത് പ്രസംഗവും എഴുതിയാണ് പ്രസംഗിക്കേണ്ടത്. എഴുതിയിട്ട് ഹെഡിങ്ങുകളൊക്കെ അണ്ടർലൈൻ ചെയ്ത് അത് നോട്ടുകളാക്കി പറയണം. പക്ഷേ എഴുതി വായിക്കുകയാണെന്ന് തോന്നരുത്.
അങ്ങനെ ഒരു എഴുതി വായിക്കാമെന്ന് തോന്നരുത്. കാരണം നമ്മൾ എഴുതി നമ്മൾ കറക്റ്റ് ചെയ്ത് വേണമെങ്കിൽ മൂപ്പന്മാരെയോ അല്ലെങ്കിൽ മറ്റു സഹോദരന്മാരെയോ ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യയോ ഒക്കെ കാണിച്ച് അവരുടെയൊക്കെ അപ്രൂവൽ മേടിച്ച് കൃത്യം 5 മിനിറ്റ് കൊണ്ട് തീരാനുള്ള നീളമുള്ളൂ എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടായി വരുന്നത്. എന്നാൽ ഈ 5 മിനിറ്റ് വേണമല്ലോ എന്ന് വിചാരിച്ച് തിരക്ക് പിടിച്ച് പറയുകയും ചെയ്യരുത്. തിരക്ക് പിടിച്ചവർക്ക് മനസ്സിലാവും. അപ്പോൾ അത് വീട്ടിൽ വെച്ച് തന്നെ പറഞ്ഞ് ശീലിച്ച് തയ്യാറായിട്ടൊക്കെ വരേണ്ടത് ആവശ്യമാണ്. ബില്ലി ഗ്രഹാമിനെ പോലുള്ള വലിയ പ്രസംഗകർ അവരുടെ ആത്മകഥയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ വീടിനടുത്തുള്ള വുഡ്സ് എന്ന് പറഞ്ഞാൽ ഈ മരങ്ങളും കാടും ഒക്കെ ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് പോയി അവിടെയാണ് പുള്ളി പ്രസംഗിച്ച് ആദ്യം ഈ പ്രസംഗിക്കുക എന്നാണ് പറയുന്നത്, ജനത്തോട് പ്രസംഗിക്കുന്നതിന് മുൻപ്. അങ്ങനെ പ്രസംഗിച്ച് ശീലിച്ച് ആണ് താൻ വളർന്നത്. അപ്പോൾ നമുക്ക് ബില്ലി ഗ്രഹാം ഒന്നും ആകാൻ ആഗ്രഹമില്ലെങ്കിൽ തന്നെ പ്രസംഗങ്ങൾ എഴുതി പ്രസംഗിക്കണം. അപ്പോൾ എന്നാൽ ശരി, ഇനി അടുത്ത പ്രാവശ്യത്ത് എഴുതി പ്രസംഗിക്കാം എന്ന് ചിന്തിക്കുകയല്ല. നിങ്ങളെപ്പോലുള്ള സഹോദരന്മാർ പ്രസംഗങ്ങൾ എഴുതുന്ന ആളുകളാണ്. പ്രസംഗിക്കാൻ അവസരം കിട്ടിയെങ്കിൽ പ്രസംഗിക്കുക, അല്ലെങ്കിൽ വേണ്ട. പ്രസംഗങ്ങളെ ഇരുന്ന് എഴുതുക. സുവിശേഷ പ്രസംഗങ്ങൾ, ഈ സങ്കീർത്തനത്തിൻ്റെ പ്രസംഗങ്ങൾ, അപ്പം മുറിക്കുന്നതിനുള്ള പ്രസംഗങ്ങൾ, ആളുകളെ പ്രബോധിപ്പിക്കാനുള്ളൊരു പ്രബോധന പ്രസംഗം, 5 മിനിറ്റിൻ്റെയും 10 മിനിറ്റിൻ്റെയും 20 മിനിറ്റിൻ്റെയും ഒക്കെ പ്രസംഗങ്ങൾ എഴുതി, ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ എഴുതിക്കോ. പ്രസംഗങ്ങൾ എഴുതിയിട്ട് അത് പ്രസംഗിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലോ നമുക്ക് നല്ലതെന്നേ, നമുക്കത് പഠിക്കാൻ നല്ലതാണ്. എന്നാൽ അങ്ങനെ പ്രസംഗങ്ങൾ എഴുതി നമുക്ക് പ്രാർത്ഥനകൾ പോലും എഴുതാം. അത് ഇതിൻ്റെ വിഷയമല്ല, ഞാനെങ്കിലും അങ്ങനെ പറയുക. അപ്പം മുറിക്കുന്നതിന് മുൻപുള്ള പ്രാർത്ഥന, അപ്പത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, വീഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അപ്പം മുറിക്കുന്ന ശുശ്രൂഷ കഴിയുമ്പോഴുള്ള പ്രാർത്ഥന. നിങ്ങളൊരു 10 പ്രാർത്ഥന വേദമൊന്നും എഴുതി ഉണ്ടാക്കി, ഒരെണ്ണമല്ല 10 വലിയ വ്യത്യാസം വരില്ല, കാരണം വിഷയം ഒന്നാണല്ലോ. എങ്കിലും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അങ്ങനെ ഒരു 10 പ്രാർത്ഥന എഴുതി ഉണ്ടാക്കിയിട്ട് അടുത്ത പ്രാവശ്യം സഭയിൽ അപ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിലൊരെണ്ണം അങ്ങ് പ്രാർത്ഥിച്ചോ. നിങ്ങൾ എഴുതിയെന്നും ഒന്നും ആരും അറിയണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവാരം കൂടും. പ്രാർത്ഥനാ പുസ്തകങ്ങളെന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്നുണ്ട്. പ്രൊട്ടസ്റ്റന്റുകാരുടെയും കത്തോലിക്കരുടെയും ഒക്കെ പ്രാർത്ഥനാ പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും. ആ പുസ്തകങ്ങളുടെയൊക്കെ പ്രാർത്ഥനകൾ വളരെ നല്ല പ്രാർത്ഥനകളാണ്. പൊതുവെ ഉപദേശപരമായ ചില പ്രശ്നങ്ങൾ കാണും, അത് കഴിഞ്ഞാൽ വളരെ നല്ല പ്രാർത്ഥനകളാണ്. ആദ്യകാലത്ത് വളരെ ഭക്തന്മാരായ പണ്ഡിതന്മാരായ ആളുകൾ എഴുതിയ പ്രാർത്ഥനകളാണ്, അവരെഴുതിയ പ്രാർത്ഥനകളാണ്. പക്ഷെ ആ പ്രാർത്ഥനകൾ നമ്മൾ സ്വീകരിക്കാത്തതും നമ്മൾ അങ്ങനെ ഒരു എഴുതി പ്രാർത്ഥിക്കുന്ന ശീലം ഉണ്ടാകാത്തതും പ്രാർത്ഥന എഴുതുന്നത് തെറ്റായതുകൊണ്ടല്ല. കർത്താവ് തന്നെ ഒരു പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. ശിഷ്യന്മാർ എഴുതിയില്ലേ? പ്രാർത്ഥിക്കാനല്ല എഴുതിയത്, അത് പഠിക്കാൻ വേണ്ടി മാത്രമാണോ? പ്രാർത്ഥിക്കാനും പഠിക്കാനും ഒക്കെ വേണ്ടിയാണ് കർത്താവ് ആ പ്രാർത്ഥന തന്നത്. പ്രാർത്ഥന എഴുതുന്നത് തെറ്റല്ലെന്ന് പറയാനാണ് ഞാനീ പറയുന്നത്. പിന്നെ എന്താ ഈ നമ്മൾ ഇതൊക്കെ പഴയത് വേണ്ടാന്ന് വെച്ചത് എന്താണ്? കാരണം എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ഈ പ്രാർത്ഥനകൾ, ഈ എഴുതിയ പ്രാർത്ഥനകൾ പള്ളികളിലും ഒക്കെ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത് നേരത്തെ ആരോ പറഞ്ഞ പോലെ അർത്ഥം അറിയാതെ ജൽപ്പനമായി പോയി. എപ്പോഴാണ് ഒരു പ്രാർത്ഥന ജൽപ്പനമാകുന്നത്? അർത്ഥം അറിയാതെ, അർത്ഥം ചിന്തിക്കാതെ, ഹൃദയത്തിൽ നിന്നല്ലാതെ പറയുമ്പോഴാണ്. ഞാൻ എഴുതിയ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് വ്യർത്ഥമായ ജൽപ്പനമാകാനുള്ള സാധ്യത വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സങ്കീർത്തനത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്, എഴുതി പ്രസംഗിക്കണം, എഴുതി തയ്യാറാക്കി വേണം അത് ചെയ്യാനായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതാണ്, എങ്കിലും ആവർത്തിക്കട്ടെ. സങ്കീർത്തന പഠനമല്ല ഇത് എന്ന് കൃത്യമായിട്ട് ഓർക്കണം. സങ്കീർത്തനം ആരാണ് എഴുതിയത്, ഏത് സന്ദർഭത്തിലാണ് എഴുതിയത്, ഇത് ഏത് വകുപ്പിൽപ്പെട്ട സങ്കീർത്തനമാണ്, ഇത് ശോകസങ്കീർത്തനമാണോ ശാപസങ്കീർത്തനമാണോ, ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എല്ലാവരും അതൊക്കെ പറഞ്ഞ് ആരംഭിക്കുന്നതല്ലേ. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ അങ്ങോട്ട് ദാവീദിൻ്റെ ആണെന്നുള്ളതൊക്കെ സത്യവാന്തി. അതൊരു സങ്കീർത്തന പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കിവിടെ അതൊരു പ്രാധാന്യമില്ല, അതുകൊണ്ടത് പറയുകയും വേണ്ട. പറയുന്ന ആളത് അറിഞ്ഞിരിക്കണം, ആരുടെ സങ്കീർത്തനമാണ്, ഏത് വിധത്തിലാണ്. ഒരുപാട് അറിവ് വേണം, പക്ഷെ അതൊന്നും അവിടെ പറയണ്ട. 5 മിനിറ്റ് കൊണ്ട് പറയാനുള്ള കാര്യം മാത്രം മതി. സങ്കീർത്തന പഠനമല്ല. അതുപോലെ
പറഞ്ഞല്ലോ, ചിലർ സങ്കീർത്തനത്തിൽ 10 വാക്യം ഉണ്ടെങ്കിൽ ആ 10 വാക്യങ്ങളെക്കുറിച്ച് അല്ലേ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞില്ലെങ്കിൽ അത് ആ വാക്യത്തോട് ചെയ്യുന്നൊരു തെറ്റാണെന്ന്. അല്ലേ? ഇത്രയും വാക്യങ്ങളുണ്ടായിട്ട് എന്നെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് തോന്നുന്നു. ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്, എങ്കിലും ഏതാണ്ട് ആ രീതിയിലാണ് ചിലരൊക്കെ ചെയ്യുന്നത്. ഒരു വാക്യത്തെക്കുറിച്ച് ഒന്നും പറയണമെന്നില്ല. നമുക്ക് സങ്കീർത്തനത്തോട് നന്ദി പറഞ്ഞ് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി സഭയെ ഒരുക്കാനായിട്ട് ഉപയുക്തമായ ആശയങ്ങൾ ആ വാക്യത്തിൽ, ആ സങ്കീർത്തനത്തിൽ നിന്ന് എടുക്കുക എന്ന് മാത്രമല്ല, തിരഞ്ഞെടുക്കുക. അതുള്ള സങ്കീർത്തനങ്ങൾ തിരഞ്ഞെടുക്കുക, അതിൽ നിന്ന് അത് മാത്രം തിരഞ്ഞെടുത്ത് പറയുക. സങ്കീർത്തനങ്ങളൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. സങ്കീർത്തനം നല്ല പുസ്തകമാണ്, അത് പഠിക്കണം. നിങ്ങൾ സഭയിൽ സങ്കീർത്തന പഠനമാക്കിക്കോ. ബൈബിൾ സ്റ്റഡിയുടെ സങ്കീർത്തനം, അതൊക്കെ നല്ല കാര്യം. അത് അങ്ങനെ അവിടെ നന്നായി പഠിച്ചാൽ ഇവിടെ സങ്കീർത്തനത്തിൽ നിന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വില കൂടും, അതിൻ്റെ ഒരു മൂല്യം വർദ്ധിക്കും. അത് നല്ലതാണ്. പക്ഷെ ഇത് സങ്കീർത്തന പഠനമാക്കി തീർക്കരുത്. ഇതൊക്കെയാണ്. പിന്നെ ഈ സങ്കീർത്തനം പറയുന്നയാളെക്കുറിച്ച് അത്രയൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സങ്കീർത്തനം, അതായത് ഈ ആദ്യത്തെ സങ്കീർത്തനമല്ല, ആദ്യത്തെ ആ ഒരു അരമണിക്കൂർ സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ കർത്താവിൻ്റെ മന്ദിരത്തിൽ പ്രാകാരങ്ങളിൽ പ്രവേശിക്കുന്ന ആ ഒരു സംഭവം, എന്തിനാ അത് പറയേണ്ടത്? സ്തോത്ര ആരാധന എന്നും ഒക്കെ പറയും. ആരാധന എന്നുള്ള വാക്കൊക്കെ തെറ്റി ഉപയോഗിക്കുന്നതുകൊണ്ട് അതങ്ങനെ വേണമെന്നൊന്നും ഞാൻ പറയില്ല. ഏതായാലും സ്തോത്രവും സ്തുതിയുമാണ് ആദ്യത്തെ സമയം. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഫീഡ്ബാക്കായിട്ട് തന്നിരുന്നു. ഈ ഇടയ്ക്ക് ആളുകൾ സ്തോത്രം പറയണോ വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരാൾ എല്ലാവരെയും നയിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളവർ ഈ ആൾ പറയുന്നത് ശ്രദ്ധിക്കണോ അതോ സ്വയം സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണോ? ആ ആൾ പറയുന്നത് ശ്രദ്ധിക്കണം. കാരണം ഈ ആൾ അയാളുടെ സ്വന്തം പ്രാർത്ഥന, സ്വകാര്യ പ്രാർത്ഥന അല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയും ചെയ്യരുത്. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. ഞാനെന്നുള്ള വാക്കൊന്നും ഞങ്ങൾ എന്ന് സഭയെ പ്രതികരിച്ച് പറയുമ്പോൾ ബഹുവചനത്തിൽ അങ്ങനെ പറയുന്നതാണ് നല്ലത്. ഞാനെന്ന് പറഞ്ഞു പോയതുകൊണ്ടൊന്നും ആരെയും കുറ്റം വിധിക്കണ്ട. എങ്കിലും അത് ആ സ്പിരിറ്റിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, വ്യക്തിപരമല്ലെന്ന് ഓർക്കണം. ഞാൻ പറഞ്ഞല്ലോ, മാറി സഭയിൽ പ്രാപ്തരായ ഈ പൊതുസഭയിൽ സ്തോത്രം ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ സാധിക്കുകയില്ല. എന്നാൽ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സഭയിൽ എല്ലാവരും സ്തോത്രം ചെയ്യുക എന്നുള്ളൊരു രീതി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിയിൽ ചെയ്തതായിരിക്കും. പക്ഷേ അത് കൗണ്ടർ പ്രൊഡക്റ്റീവാണ്, അത് ഗുണമല്ല ചെയ്യുക. കാരണം എല്ലാവർക്കും അതിനുള്ള കൃപ ദൈവം കൊടുത്തിട്ടില്ല. പ്രാർത്ഥിക്കാത്ത ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ പല്ലില്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ തിരിയാത്തൊരു കാരണവരൊക്കെ ആയിരിക്കും സഭാംഗമാണ്, നമ്മൾ പ്രിയപ്പെട്ട ആളാണ്, അയാൾ പറയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പക്ഷേ എല്ലാ ആഴ്ചയും ഇങ്ങനെ പറയുന്നതും കേൾക്കുന്നതും നമുക്കും പ്രയോജനമില്ല, ഒരു ഗുണവും അതിൽ ഇല്ല. അങ്ങനെ ശഠിക്കേണ്ട ആവശ്യമില്ല. അതൊരു നല്ല കാര്യമാണെന്ന് പോലും ചിന്തിക്കേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഞങ്ങളുടെ സഭയിൽ എല്ലാവരും സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ സഭയിൽ എല്ലാവരും സ്തോത്രം ചെയ്യും എന്ന് പറഞ്ഞാൽ എന്തിനാത്? നമ്മളൊരു സമൂഹ പ്രാർത്ഥനയല്ലേ. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒന്നായിട്ടാണ്, ഈ സഭ ഒന്നായിട്ടാണ്. അപ്പോൾ ഒരാൾ സ്തോത്രം ചെയ്താൽ അത് എല്ലാവരും സ്തോത്രം ചെയ്തു. അതിനാണ് കൂടെ ചേർന്ന് ഒപ്പം ചേരുന്ന രീതിയിൽ ഇടയ്ക്ക് ആമേൻ, സ്തോത്രം എന്നൊക്കെ പറയാൻ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം. അതിന് തെറ്റില്ല, അങ്ങനെ ചെയ്യണം. പക്ഷെ അത് ഓവർടേക്ക് ചെയ്യരുത്. ഈ ഓട്ടോറിക്ഷ ലോറിയെ ഓവർടേക്ക് ചെയ്യുന്ന പോലെ ഈ സ്തോത്രങ്ങളങ്ങോട്ട് ഓവർടേക്ക് ചെയ്തിട്ട് ഈ ലോറി കാണാതാകരുത്. ഞാൻ തമാശയായിട്ട് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആരും മിണ്ടാതി, ഇത് രണ്ട് എക്സ്ട്രീമുകൾ ഒഴിവാക്കണം. അതായത് പിൻ ഡ്രോപ്പ് സൈലൻസ്, ഒരാൾ വേറൊരാൾ മിണ്ടിപ്പോവാത്ത, അത് നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഉറക്കം തൂങ്ങാനും ഉറങ്ങിപ്പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണത്. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ അതേസമയം തന്നെ ചന്തയിലെ പോലെ ബഹളമായാലോ, ആത്മാർത്ഥമാണെന്ന് വെച്ചോളൂ. ആത്മാർത്ഥം ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അവിടെ സ്തോത്രം ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എന്തോ പറയുന്നുണ്ട്, അയാൾ പറയുന്നത്
അത് രണ്ടും വരരുത്. അപ്പോൾ ആ ബാലൻസ് സൂക്ഷിക്കണം. അപ്പോൾ അത് പറയുന്ന ആൾക്ക് ആ ബോധം എപ്പോഴും ഉണ്ടാകാമെന്ന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. സഭയിലും മൂപ്പന്മാർ അത് വിലയിരുത്തി അതിന് വല്ല കുറവുകളുണ്ടെങ്കിൽ ആവശ്യം പോലെ ആരെയും വിഷമിപ്പിക്കാതെ പറഞ്ഞ് ശരിയാക്കി എടുക്കണം. പക്ഷെ ഒരു സുന്ദരമായ സഭായോഗത്തിലെ പ്രാർത്ഥന എന്ന് പറയുന്നതും ഈ സ്തോത്രം എന്ന് പറയുന്നതും അരമണിക്കൂർ വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ അത് എല്ലാവരും ആർക്കും ഞാൻ ചെയ്തില്ല എന്ന് തോന്നില്ല. തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഈ പതിവ് കൊണ്ട് ചിലപ്പോൾ തോന്നിയെന്ന് വരും. എല്ലാ ആഴ്ചയും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഈ ആഴ്ച ചെയ്തില്ല, സമയം കിട്ടിയില്ല. അതത്രേ ഉള്ളൂ. അത് ശീലിക്കുമ്പോൾ അങ്ങ് മാറുന്നതേ ഉള്ളൂ. അത് ശീലിക്കുമ്പോൾ പോയി മാറുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ വാക്യങ്ങളും സ്പർശിക്കണമെന്നില്ല, നീട്ടരുത്. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, അത് എടുക്കാം അതിന് മുമ്പ്. അപ്പോൾ ഇടയ്ക്ക് സ്തോത്രം ചെയ്യാം, ആമേൻ പറയാനും ഒക്കെ ഉള്ളതല്ലേ. സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ സ്തുതിക്കുന്നു കർത്താവേ അല്ലേ അന്ന് പറയാം. പ്രാർത്ഥനയിലാണെങ്കിൽ അനുഗ്രഹിക്കണമേ എന്ന് പറയുമ്പോൾ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പറയാം. മറ്റേ ആൾ ഓവർടേക്ക് ചെയ്യാതിരുന്നാൽ മതി. അത് പറയുന്നതാണ് നല്ലത്. അപ്പം നമ്മുടെ ആ ഒരു ഇൻവോൾവ്മെൻ്റ് അതിൽ വരുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. അതുപോലെ സ്തോത്രം ചെയ്യുമ്പോൾ കൈ പൊക്കണോ, കൈ എന്താ ചെയ്യേണ്ടത്, കൈ പോക്കറ്റിലിടണോ, കൈ ചിലപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കൈ രണ്ടും കൂടെ അങ്ങനെ. നമ്മുടെ ഈ സ്തോത്രം, പ്രാർത്ഥന, പ്രസംഗം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ സംസാരിക്കുന്നത് വായാണ്, വായിക്കൂടെയാണ് ശബ്ദം വരുന്നതെങ്കിലും നമ്മുടെ മുഴുവൻ ശരീരവും ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. ഒരുപാട് വലിയ ആട്ടവും പാട്ടവും അങ്ങനെയുള്ള ആടാനല്ല എങ്കിലും ശരീരത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവൻ ഒക്കെ വേണം നമ്മൾ പറയുന്നതിൽ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകളെ ഇപ്പോൾ സ്തോത്രം കൂടുതൽ പറഞ്ഞ് ഇടയ്ക്ക് ശല്യം ഉണ്ടാകുന്ന സഭകൾ നമ്മുടെ ഇടയ്ക്ക് കുറവായിരിക്കും അല്ലേ. നമ്മുടെ ഇടയ്ക്ക് പ്രശ്നം മറ്റതായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അതങ്ങ് തുടങ്ങിയാൽ മതി. നിങ്ങളങ്ങനെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ അടുത്തുള്ളവർക്കും ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നും. അങ്ങനെ ഒരു ശീലം അങ്ങ് ഉണ്ടാക്കുക. നമ്മുടെ ഭാര്യമാരോടും പറയുക, നീ ഇടയ്ക്കൊരു സ്തോത്രമൊക്കെ അങ്ങ് നന്നായിട്ട് പറയുക. സ്തോത്രത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്നാണ്. കരങ്ങൾ ഉയർത്തുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോകാൻ സാധ്യത കുറവാട്ടെ. കരങ്ങൾ ഉയർത്തിയാൽ ഉറങ്ങില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളത് ഉയരത്തിലേക്കാണ് എൻ്റെ ഡയറക്ഷൻ. ദൈവമാണ് എൻ്റെ ബിന്ദു, എൻ്റെ ശ്രദ്ധാകേന്ദ്രം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. പ്രാർത്ഥനയിൽ കർത്താവിനോട് വല്ലതും ചോദിക്കുമ്പോഴാണ് കൈകൾ മലർത്തി ചോദിക്കുന്നത് പ്രസക്തമായ രീതിയിലാണ്. കർത്താവെ തരണമേ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണതാണ് ഇങ്ങനെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അർത്ഥപൂർണമായ രീതിയിൽ അംഗവിക്ഷേപങ്ങൾ നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അതായത് പറഞ്ഞ ഇതൊക്കെ ഇതിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തയ്യാറെടുപ്പോടുകൂടെ ചെയ്താൽ നമ്മുടെ അരമണിക്കൂർ സമയം വളരെ മാറ്റുള്ള സമയമായിട്ട് മാറും. ഞാൻ എഴുതിയത് വായിക്കാം. എൻ്റെ എല്ലാ സഹോദരന്മാർക്കും അക്ഷരമാലാക്രമത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണിത് എന്ന് കരുതരുത്. എല്ലാവരും അങ്ങനെ ചെയ്യേണ്ട. എല്ലാവർക്കും നമ്മുടെ ഒരാൾ ലീഡ് ചെയ്യുന്ന ആളുകൾ മാറി മാറി ലീഡ് ചെയ്യുമ്പോൾ അതിന് കഴിവുള്ളവർ ലീഡ് ചെയ്യണം. അത് എല്ലാവർക്കും വേണ്ടിയാണ്. പരിശീലനം ലഭിച്ചവരും വരപ്രാപ്തരുമായവരെയാണ് അതിന് പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഇതിന് പരസ്യമായ സഭയെ ലീഡ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും ഒക്കെ അവർക്ക് പ്രോത്സാഹനം കൊടുക്കേണ്ടത് പരിശീലനം ലഭിച്ചവരും വരപ്രാപ്തരുമായ ആളുകളെ ആയിരിക്കണം. അപ്പോൾ ആളുകൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ അവർ ശാന്തമായി തിരുത്തി അവരെ പരിശീലനം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കാൻ സാധിക്കണം. വരപ്രാപ്തരെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതെല്ലാവരെ കൊണ്ടും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സഭയിൽ രക്ഷിക്കപ്പെട്ട ദൈവവേദനാണെങ്കിൽ അങ്ങനെ പൊതുസഭയിൽ സ്തോത്രം ചെയ്യണമെന്നൊരു നിയമമൊന്നും വെക്കേണ്ട ആവശ്യം ഇല്ല. എന്ന് സ്തോത്രം ചെയ്യണമെന്ന് പറഞ്ഞാൽ ലീഡ് ചെയ്യണമെന്ന് അങ്ങനെ ഒരു നിയമം ഇല്ല. ആരെയും മാറ്റി നിർത്താനല്ല ഞാൻ പറയുന്നത്. എന്നാൽ അത് നമ്മളൊന്ന് കണ്ട് അറിയാമല്ലോ. നമ്മൾ ആളുകളെ കാണുമ്പോൾ അവരുടെ കഴിവ് നമ്മളൊരു ശ്രദ്ധിച്ചാൽ അറിയാം ആരാണ് നന്നായിട്ട് അതൊക്കെ ചെയ്യുക എന്ന് പറയാം. അതുകൊണ്ട് സ്തോത്രം ചെയ്യുക, ആരാണ് സ്തോത്രം സഭയെ
സ്തോത്ര ശുശ്രൂഷയിൽ ലീഡ് ചെയ്യേണ്ടതെന്ന് പേരെടുത്ത് പറഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ സഭ മൂപ്പന്മാരുടെ സ്വാതന്ത്ര്യമാണ്. ചില സ്ഥലത്ത് പേര് പറഞ്ഞില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിപ്പോവും. അപ്പോൾ എന്നാൽ ചില സ്ഥലത്ത് പേര് പറയണ്ട, അത് ഒരു ശീലമായിട്ടുണ്ട്, അതിന് പ്രാപ്തിയുള്ള ആളുകളൊക്കെ അത് ചെയ്യുള്ളൂ. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷന് വിടാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. മൂപ്പന്മാർ ആവശ്യമായ പ്രോത്സാഹനവും തിരുത്തലുമൊക്കെ അതിന് ആവശ്യം പോലെ നൽകേണ്ടതാണ്. ശരി, ചോദ്യം പ്രസക്തമാണ്, അതുകൊണ്ട് ഈ ചോദ്യം ഒന്ന് വായിക്കാം. സ്നാനപ്പെടാത്ത കുട്ടികളെ കൊണ്ട് സഭായോഗത്തിൽ സങ്കീർത്തനം വായിപ്പിക്കുന്നതിൽ തെറ്റുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ സങ്കീർത്തന വായന, സ്നാനപ്പെടാത്തവർ സഭയിൽ സ്തോത്രം ചെയ്യുന്നത് തെറ്റുണ്ടോ? ഇതൊരു ചില സഭകളിലൊക്കെ അങ്ങനെ കുട്ടികൾ സ്തോത്രം ചെയ്യുന്നത്, സ്തോത്ര സമയത്ത് കുട്ടികൾ സ്തോത്രം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതാണ് ചോദ്യം. കുട്ടികൾ സ്തോത്രം ചെയ്യുന്നത് സഭായോഗത്തിൽ നല്ലതാണോ, ശരിയാണോ? കുട്ടികൾ സ്നാനപ്പെട്ട ആളല്ല, രക്ഷിക്കപ്പെട്ടതായിരിക്കാം, രക്ഷിക്കപ്പെടാത്തതായിരിക്കാം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ്. ആ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് പിന്നെ അവർക്കതൊരു പരിശീലനമാകട്ടെ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അങ്ങനെ പറയാനുള്ളൊരു പരിശീലനമാകട്ടെ എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ചിന്തിക്കേണ്ട കാര്യമാണ്, ഇതൊരു പരിശീലന സമയമാണോ? ഇതൊരു പരിശീലന സമയമായിട്ടല്ലല്ലോ നമ്മൾ കാണുന്നത്. ദൈവസന്നിധിയിലേക്ക് സഭ മുഴുവൻ പ്രവേശിക്കുകയാണ്, ഒരുക്കത്തോടുകൂടി ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടികൾക്ക് പരിശീലനം വേണ്ടേ? എല്ലാവർക്കും പരിശീലനം വേണം. അതിന് വേറെ അവസരങ്ങൾ കൊടുക്കാമല്ലോ. ഉദാഹരണത്തിന് കുട്ടികൾക്ക് സൺഡേ സ്കൂളുണ്ട്. സൺഡേ സ്കൂളിൽ കുട്ടികൾ തന്നെ പ്രാർത്ഥിക്കട്ടെ, സ്നാനപ്പെട്ടൊന്നും നോക്കണ്ട, അങ്ങനെ അവസരം കൊടുക്കാമല്ലോ. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. കുടുംബ പ്രാർത്ഥനയിൽ ആരാ പ്രാർത്ഥിക്കുന്നത്? ഭർത്താവാണോ, ഭാര്യയാണോ, മക്കളാണോ, കൊച്ചുമക്കളാണോ? അത് നിങ്ങളതിനൊരു ക്രമം ഉണ്ടാക്കണം. കുട്ടികൾ പഠിക്കണം. അപ്പോൾ ഒരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കും, വേറൊരു പ്രാർത്ഥന മകൾ പ്രാർത്ഥിക്കും, 2 പ്രാർത്ഥനയാണ്. അത് എല്ലാവരും പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് അതിനുള്ള പരിശീലനം കിട്ടാൻ വീട്ടിൽ ഉപയോഗിക്കുന്നേ. അതെല്ലാം കൂടെ സഭയിൽ തന്നെ വേണമെന്ന് ചിന്തിക്കണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് കുട്ടികൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം ചെയ്യുന്ന സഭകളിൽ കുട്ടികൾക്കൊരു നിരാശയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യരുത്. പക്ഷേ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി അവർക്ക് അവസരങ്ങൾ വേറെ കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം വരുത്തിയാൽ അത് നന്നായിരിക്കും. പിന്നെ സ്നാനപ്പെട്ടോ എന്നാണ് ചോദ്യം. സ്നാനപ്പെടാത്തവർക്ക് സഭയെ സ്തോത്രം ചെയ്യാനുള്ള അവസരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപവാദങ്ങൾ ഉണ്ടായിരിക്കാം. എന്നാൽ പൊതുവെ പറഞ്ഞാൽ സഭയിലെ ഈ സ്തോത്രം ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് സഭയെ നയിക്കുകയാണ്. സ്തോത്രം ചെയ്യുക മാത്രമല്ല, എല്ലാവരും സ്തോത്രം ചെയ്യുന്നു, ഒരാൾ നയിക്കുന്നു. ആ നയിക്കുന്ന കാര്യം സ്നാനപ്പെടാത്ത ഒരാൾക്ക് കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മളങ്ങനെ ചെയ്യാറില്ല. ഏതെങ്കിലും സാഹചര്യങ്ങളിൽ അങ്ങനെ ചിലപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും ഒക്കെ അറിയാവുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും, ഒരു താല്പര്യം ഉണ്ടായിരിക്കും. എങ്കിലും ഒരു ക്രമം എന്നുള്ള നിലയിൽ സ്നാനപ്പെടാത്തവരെ അങ്ങനെയുള്ള ശുശ്രൂഷകൾ നല്ല ഉദ്ദേശത്തോടുകൂടിയാണെങ്കിലും കൊടുക്കുന്നത് ഒരു ക്രമപ്രകാരമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സഭയെ സ്തോത്രത്തിൽ നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ സങ്കീർത്തനം വായിച്ച് സങ്കീർത്തനത്തിൽ നിന്നൊരു ഇങ്ങനെ ഒന്ന് എഴുതി ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ആ പ്രസംഗത്തെക്കുറിച്ചാണ്. എന്നാൽ സഭയെ നയിച്ച് സ്തോത്രം ചെയ്യുന്ന വ്യക്തി ഓർക്കേണ്ട ഒരു കാര്യം, ഇത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയല്ല, മുഴുവൻ സഭയെയും പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പം മുഴുവൻ സഭയെന്ന് പറയുമ്പോൾ റോയ്സോറിന് ഓർപ്പിച്ചതുപോലെ ആ സഭയിൽ പല തരത്തിലുള്ള പല നിലകളിലുള്ള ആളുകളുണ്ട്. സഭയിലുള്ള ആളുകളുമായിട്ട് നല്ല കൂട്ടായ്മയും ആളുകളെക്കുറിച്ച് നല്ല അറിവും ഒക്കെ ഉള്ള ആളുകൾക്ക് അത് കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെ ഒരു രോഗിയായിട്ടുള്ള ഒരാളുണ്ട്, അവിടെ വേറൊരു പ്രയാസമുള്ള, അവിടെ വീട്ടിലൊരു അപകടം ഉണ്ടായ ആളുണ്ട്, ഇവിടെ അങ്ങനെയുണ്ട്, ഇതൊക്കെ ഒരു അറിവോട് കൂടെ പറയുമ്പോൾ അങ്ങനെ പറയുന്ന ആൾക്ക് തൻ്റെ വാക്കുകളെ അതനുസരിച്ച് ക്രമീകരിക്കാനൊക്കെ സാധിക്കും. എന്നാൽ അതൊന്നും ഒന്നുകിൽ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അറിവുകേട് കൊണ്ട് ഈ സഭയിൽ ആരാ ഇരിക്കുന്നത്, എന്താ ഇരിക്കുന്നത് എന്നുള്ളത്
അറിയാതെ പോയാൽ അത് സാധിക്കുകയില്ല. അപ്പോൾ സഭയെയും സഭയിലെ അംഗങ്ങളെയും നന്നായിട്ട് അറിഞ്ഞ് അവർക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് ഉള്ള ബോധ്യത്തോടു കൂടെ സംസാരിക്കുക എന്നുള്ളതാണ് അതാണ് തയ്യാറെടുപ്പിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. വേറെ തരത്തിൽ പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷയിൽ, സ്തോത്ര ശുശ്രൂഷയിൽ സഭയെ നന്നായി നയിക്കണമെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഒരു നല്ല സഭ അംഗമാകണം. സഭയുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഇഴുകി ചേരണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, കേൾക്കുന്നവർക്ക് ഒരുവിധം എല്ലാവർക്കും തോന്നും, ആ ബ്രദർ പ്രാർത്ഥിച്ചത് നല്ല പ്രാർത്ഥന, ശരിക്കും ആമേൻ പറയാൻ തോന്നുന്ന ഒരു പ്രാർത്ഥന, എന്നെയും കൂടെ ഉൾക്കൊണ്ടു എന്ന് എവിടെയെങ്കിലുമൊക്കെ ഉള്ളൊരു വാക്കിൽ നിന്ന് ഒരു 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 ചിന്തയിൽ നിന്ന് എല്ലാവർക്കും തോന്നാൻ ഇടയാകും. അതെങ്ങനെ ചെയ്യാൻ നമുക്ക് മാനുഷികമായി ചെയ്യാവുന്നതാണ്. സഭയിലെ കൂട്ടായ്മയിലേക്ക് ഇഴുകി ചേർന്ന് എല്ലാവരെയും മനസ്സിലാക്കി, എന്നാൽ എല്ലാവരുടെയും ഓരോരുത്തരുടെ വിഷയങ്ങൾ പറയാനല്ല, എല്ലാവരും മനസ്സിലാക്കി അതനുസരിച്ച് പറയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ആത്യന്തികമായി നമ്മുടെ ആശ്രയം പരിശുദ്ധാത്മാവിൽ തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചില സമയത്തൊക്കെ പ്രസംഗങ്ങൾ കഴിയുമ്പോൾ ആ പ്രസംഗം എനിക്ക് വേണ്ടി തന്നെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ? അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. നമ്മൾ പ്രാർത്ഥിച്ച് വചനത്തിൽ നിന്നുള്ളത് തന്നെ പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ ചിലർ പറയും അത് എന്നെ കുത്തിയാണ് പ്രസംഗിച്ചതെന്ന് പറയും. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നതല്ല, അത് ഈ ചെയ്യുന്നയാൾ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ഒരു തോന്നൽ, എനിക്ക് വേണ്ടിയാണ്, എന്നെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് തോന്നത്തക്ക വിധത്തിൽ അന്യോന്യമുള്ള അറിവും കൂട്ടായ്മയും അതാണ് പ്രിപ്പറേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ സഭയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് ഈ എല്ലാ സഭകളിലും തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ, അല്ലേ? അതിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരുണ്ട്, ആക്റ്റീവ് അല്ലാത്തവരുണ്ട്, അല്ലേ? ഞാൻ സാധാരണ ഇങ്ങനെ മീഡിയകളൊക്കെ മിനിമം ഉപയോഗിക്കാനാണ് നമ്മൾ പറയുക. എങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലോക്കൽ ചർച്ചിൻ്റെ ഗ്രൂപ്പ് മാക്സിമം ഉപയോഗിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സഭയിൽ എന്താ സംഭവിക്കുന്നത്, അത് മാത്രമല്ല ഇടയ്ക്ക് ഫോൺ ചെയ്തും വിളിച്ചും പോയും കണ്ടുമൊക്കെ അങ്ങനെ ഒരു ബന്ധത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അവരെ പ്രതിനിധാനം ചെയ്ത് കൂടുതൽ അർത്ഥപൂർണമായി സ്തോത്ര ശുശ്രൂഷ നയിക്കാൻ സാധിക്കും. നമുക്കത് നമ്മുടെ ഒരു സ്ഥലം സഭയിലാണല്ലോ ഇത് വർക്കിൽ വരേണ്ടത്. ആവണമെങ്കിൽ സ്ഥലം സഭകൾക്ക് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇരിക്കാനും സംസാരിക്കാനും പറയാനും, നമ്മുടെ കൂട്ടായ്മകൾ കുറച്ചും കൂടെ കൂട്ടായ്മ നന്നായി വരാതെ ഞായറാഴ്ച സൺഡേ ക്രിസ്ത്യൻസ് എന്ന് പറയും, സൺഡേ ക്രിസ്ത്യൻസായിട്ട് നമ്മളിരിക്കുന്നു. പക്ഷേ സൺഡേ വന്നു കഴിയുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് വിചാരിച്ചാൽ ആകുമോ? അതാവില്ല. അപ്പോൾ അതിൻ്റെ മൂല്യവും മാറ്റം കൂടുന്നത് സഭയുടെ കൂട്ടായ്മയുടെ ആ മാധുര്യവും അതിൻ്റെ മൂല്യവും ഒക്കെ വർദ്ധിക്കുന്നതനുസരിച്ചാണെന്നുള്ളതിനൊരു സംശയവുമില്ല. എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കേണ്ട എന്ന് മാത്രം. ഇതിങ്ങനെ ഒരു പരിശീലന പരിപാടി നടത്തി ഒന്ന് പ്രസംഗിച്ച് ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ല. സഭയുടെ ചർച്ച് ലൈഫ്, ബോഡി ലൈഫ് അത് ഇമ്പ്രൂവ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ നമ്മുടെ ശുശ്രൂഷകളൊക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് വരികയുള്ളൂ. ഈ MC ചെയ്യുന്ന ആൾ, MC എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? MC അധ്യക്ഷൻ എന്നുള്ളതിന് ചെയർമാൻ എന്നോ പ്രസിഡന്റ് എന്നൊക്കെ അല്ലേ? MC എന്നല്ലല്ലോ. മെമ്പർ കമ്മിറ്റി എന്താ? മാസ്റ്റർ ഓഫ് സെറിമണി. പണ്ടൊരിക്കൽ കഴിഞ്ഞ ദിവസം കൊണ്ട് പറഞ്ഞതാ അല്ലേ? അതും മറന്നുപോയി. മീറ്റിംഗ് അതാണ് മീറ്റിംഗ് എന്നുള്ളതിന് എമ്മും ക്രമീകരിക്കുക എന്നുള്ളതിന് ചെയ്യും അല്ലേ? ഈ അറിയാത്ത കാര്യം പറയാതിരിക്കുക എന്നുള്ളതൊക്കെ ഒരു നല്ല സ്വഭാവമാണ്. അപ്പോൾ ഈ സോക്കോൾഡ് MC അധ്യക്ഷത വഹിക്കുന്ന ആൾക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഈ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ 5 മിനിറ്റ് പറഞ്ഞ ആൾ പറയുമ്പോൾ ഒരുവിധം നന്നായി, പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരുവിധം നന്നായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ വലിയവനായ ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആരാധിക്കാം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചെയ്യുന്ന ആൾക്ക് പിന്നെ ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഇത്രയും പറയാം, പ്രിയ സഹോദരൻ നമ്മെ ഓർപ്പിച്ചതുപോലെ
നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തുതിക്കാൻ ഇനിയുള്ള സമയമെടുക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതി, അല്ലേ? പക്ഷേ ഈ ആദ്യം പറഞ്ഞ ആൾ എന്തെങ്കിലും കാരണവശാൽ അത്യാവശ്യം പറയാൻ ഉള്ള ചില കാര്യങ്ങളൊന്ന് വിട്ടുപോയി എന്നുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കാനോ അതിനെ ഒന്ന് ശരിയാക്കാനോ ഒക്കെ ഉള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഉള്ളത്? ഈ അധ്യക്ഷനും അതെ ഈ ആൾക്കാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനുവാദവും ഉത്തരവാദിത്വവും അവകാശവും MC ചെയ്യുന്ന ആൾക്കുണ്ട്, ഇല്ലെന്ന് വിചാരിക്കരുത്. അത് അസ്ഥാനത്താകുന്നതിനെയാണ് മിക്കവാറും ഈ ചോദ്യം ചെയ്യുന്നത്. ആ പറഞ്ഞുമായിട്ടൊരു ബന്ധമില്ലാതെ വേറൊരു കഥ പറഞ്ഞു. ആളുകളുടെ ശ്രദ്ധ അതിലേക്കും കിട്ടാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഇതിലേക്കും പോയി ആകെപ്പാടെ അലങ്കോലമായി. മൂപ്പന്മാരുടെ ഉത്തരവാദിത്വമാണ് ഈ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ. അപ്പം മൂപ്പന്മാർ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ അവർ തന്നെ അച്ഛന്മാർ ചെയ്യുന്ന പോലെ പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ ചെയ്യുകയല്ലല്ലോ. അവർ സഭയിൽ ആർക്കാണിത് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ 1-2 പേരെ കണ്ടുപിടിച്ചു, 3-4 പേരെ കണ്ടുപിടിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു. അവരെ ആദ്യമൊക്കെ അവരെ ഇപ്പോൾ ഈ ട്രെയിനിങ് ഇല്ലാതെ തന്നെ ഒരുപാട് പയറ്റിയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ അതിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ആളുകളെ അതിന് തയ്യാറാക്കി അവരെ കൊണ്ട് അത് ചെയ്യിക്കണം. അല്ല, ചെയ്ത് കഴിയുമ്പോൾ നന്നായെങ്കിലൊന്നും നന്നായി എന്ന് പറയാം. ഇപ്പോൾ അതുപോലെ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ സഹോദരൻ ഇത് ഇങ്ങനെയും കൂടി ആയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായിരുന്നേനെ എന്ന് പറയാൻ സാധിക്കണം. അപ്പം അതിന് മൂപ്പന്മാർക്ക് സമയം വേണം, ഈ പ്രസംഗിക്കുന്ന ആൾക്ക് സമയം വേണം, MC ചെയ്യുന്ന ആളെയൊക്കെ അതനുസരിച്ച് ചെയ്യണം. ഇത് ലോക്കൽ ചർച്ചിൽ നല്ല ഒരു ബന്ധങ്ങളും അന്യോന്യം വഴക്കം വയ്യാവേലി ഒന്നുമില്ലാതെ നല്ല ബന്ധങ്ങളുള്ളൊരു സഭയിലാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാൻ എളുപ്പമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സ്ഥിതിയിലേക്ക് അത് അതപ്പതിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായിട്ടും. നമ്മളൊക്കെ കുറവുകളുള്ളവരല്ലേ. ഞാൻ MC ചെയ്ത് വളരെ നന്നായി എന്ന് ഞാൻ പഠിച്ചു വെച്ചത് പറയാനുള്ളൊരു അവസരം എന്നൊക്കെ ഒന്നും അതിനെ ചിന്തിക്കേണ്ട. നമുക്കൊരൊറ്റ ഉദ്ദേശമുള്ളൂ, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവം, പ്രവൃത്തികൾ, അതൊക്കെ കഴിയാവുന്ന നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു സമയമായിട്ടത് തീരണം. ആ ഒരു ലക്ഷ്യം മാത്രം അന്നേരത്തേക്ക് മതി. സങ്കീർത്തനം വായിക്കാൻ 3 മിനിറ്റ് 4 മിനിറ്റൊക്കെയാണ് സാധാരണ എടുക്കുക. തീരെ ചെറിയ 117 പോലുള്ള സങ്കീർത്തനമാണെങ്കിൽ 2 സങ്കീർത്തനം വായിച്ചാലും കുഴപ്പമില്ല. തീരെ തുടങ്ങുമ്പോഴേ തീർന്നു എന്നുള്ള രീതിയിൽ ചിലരൊക്കെ ഉണ്ട് ഈ പുസ്തകം എടുക്കാൻ വൈകുന്നവർ എടുത്തിട്ടുണ്ടാവില്ല അപ്പോഴത്തേക്ക് സങ്കീർത്തനം. അപ്പോൾ അതുകൊണ്ട് ഒരു 10, 12, 15 ഒരു ഡസൻ വാക്യങ്ങളൊക്കെ മിനിമം വരത്തക്ക വിധത്തിൽ മുഴുവൻ വായിക്കണമെന്നില്ല. 119 സങ്കീർത്തനം ആരും എടുക്കില്ല. അതുപോലത്തെ നീണ്ട സംഖ്യ 35 മുഴുവൻ വായിക്കണമെന്നില്ല. സങ്കീർത്തന പുസ്തകത്തിൽ ഇല്ലാത്ത സങ്കീർത്തനങ്ങളുണ്ട്, അത് പല പുസ്തകങ്ങൾ അതെടുത്ത് വായിച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ചിലരങ്ങനെ വലിയ സ്മാർട്ടാവാനൊന്നും ശ്രമിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം സങ്കീർത്തനങ്ങളിൽ തന്നെ ഒരുപാടുണ്ട് സങ്കീർത്തനം. അപ്പം ഞാനത് അവിടെ കണ്ടുപിടിച്ചു, ഇവിടെ കണ്ടുപിടിച്ചു. തെറ്റൊന്നുമില്ല കേട്ടോ, തെറ്റൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. ചില വെളിപ്പാട് പുസ്തകത്തിലും മറ്റും ദൈവത്തെ സ്തുതിച്ചതായ ആ വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചാൽ പിന്നെ അന്നൊന്നും സങ്കീർത്തനത്തിൽ നിന്ന് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. സങ്കീർത്തനം വായിച്ചതിന് ശേഷം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 5-ാം അധ്യായത്തിനൊക്കെ അവസാനം ഒരു സ്വർഗീയമായ ഒരു സ്തോത്ര ശുശ്രൂഷയുടെ ഭാഗമല്ലേ, അത് വായിച്ച് പറഞ്ഞാൽ മതി. ഐ സീ ദ പോയിന്റ്. അതിലൊരു കുഴപ്പമില്ല. സങ്കീർത്തനം വായിച്ച് അതിൽ നിന്ന് തന്നെ പറയണമെന്നൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആദ്യം തന്നെ പറഞ്ഞു സങ്കീർത്തന പ്രസംഗത്തിന് അത്യാവശ്യമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. പക്ഷെ അത്യാവശ്യമുള്ളത് എന്താണ്? ആളുകളെ, അവരുടെ കണ്ണുകളെ ഉയർത്താൻ അവരെ സഹായിക്കുക, കൃത്യമായ കാഴ്ച ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവർത്തനം, വെളിപ്പാടുകൾ, അങ്ങനെയുള്ള അങ്ങനെയുള്ള വാക്യങ്ങൾ എടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല.